വെൽക്കം ബാക്ക് ടു ലേണിനോ. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ എക്സാം ഡേറ്റ് വന്നപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെ എല്ലാ മോഡ്യൂൾസും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള ടൈം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കി ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അതല്ല നമ്മുടെ ലേണിനോയുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ 29th മുതൽ, അതായത് ജാനുവരി 29th മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ക്രാഷ് കോഴ്സിന്റെ സ്റ്റഡി പ്ലാനും ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും. അപ്പൊ ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും, ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരു അറൌണ്ട് 70 ഡേയ്സിന്റെ ഉള്ളിൽ കൃത്യമായി സിലബസ് പഠിച്ച് റിവൈസ് ചെയ്യാൻ ഈ പ്ലാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ആർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതല്ല പഠിക്കാൻ മാത്രമായിട്ട് ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും എത്ര തിരക്കുള്ളവർക്കാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. സോ നമുക്ക് ആ സ്റ്റഡി പ്ലാൻ നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ നമ്മുടെ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് പറയാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് phase 2 ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ ഒരു ക്ലാസ് ഫോളോ ചെയ്യാം. ദെൻ നമ്മൾ 29th സ്റ്റാർട്ട് ചെയ്യുന്ന ക്രാഷ് കോഴ്സ്, അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ കോഴ്സ് ആയിരിക്കും. അത് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടുള്ള കോഴ്സ് ആയിരിക്കും. പിന്നെ ഇനി അതല്ല ക്ലാസ്സുകൾ വേണ്ട, MCQസിന്റെയും നോട്ട്സിന്റെയും PDF-ഉം ടെസ്റ്റ് സീരീസും MCQ വീഡിയോസും PYQ വീഡിയോസും മാത്രം മതി എന്നുള്ളവർക്ക് സ്പെഷ്യൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാം. ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നമ്മൾ ഒരു കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റുകൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ വീക്ക്ലി ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മോഡ്യൂൾ വൈസ് ടെസ്റ്റ് ഉണ്ട്, ദെൻ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. ഇത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെക്കാം, നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന റൂമിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. 73 ഡേയ്സ് പ്ലാൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ജാനുവരി 29th മുതൽക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണിത്. സോ ഇതിനകത്ത് നമ്മൾ ലേണിംഗ്, അതായത് കംപ്ലീറ്റ് മോഡ്യൂള്, അതിന്റെ പഠനം, റിവിഷൻ, റിവൈസ് ചെയ്യുക, പിന്നെ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കൂ, ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ മോഡ്യൂളിനും ഓരോ വീക്ക് കൊടുത്തിരിക്കുകയാണ്. ജാനുവരി 29th മുതൽ ഫെബ്രുവരി 4 വരെ 4M1. M1 മീൻസ് മോഡ്യൂൾ 1. ഇതിനകത്ത് ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. റെഡ് കളറിലുള്ളതെല്ലാം സൺഡേസ് ആണ്. അപ്പൊ ജാനുവരി 29th മുതൽ ഫെബ്രുവരി 3 വരെ മോഡ്യൂൾ 1. മോഡ്യൂൾ 1 പഠിക്കുക. ഫെബ്രുവരി 4th മോഡ്യൂൾ 1ന്റെ റിവിഷനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് അന്ന് മോഡ്യൂൾ 1ന്റെ ടെസ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ റിവൈസ് ചെയ്യാം, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് മോഡ്യൂൾ 2 ഫ്രം ഫെബ്രുവരി 5th ടു ഫെബ്രുവരി 10th. മോഡ്യൂൾ 2 ഇത്രയും ദിവസം മൺഡേ ടു സാറ്റർഡേ പഠിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 11th അതിന്റെ റിവിഷനും റിവൈസ് ചെയ്യാം, അന്ന് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ മോഡ്യൂൾ 3 ഫ്രം ഫെബ്രുവരി 12th ടു ഫെബ്രുവരി 17th ആൻഡ് ഫെബ്രുവരി 18th മോഡ്യൂൾ 3യുടെ റിവിഷൻ ആൻഡ് ടെസ്റ്റ്. മോഡ്യൂൾ 4 ഫെബ്രുവരി 19 ടു ഫെബ്രുവരി 24, ഫെബ്രുവരി 25 റിവിഷൻ ആൻഡ് ടെസ്റ്റ്. മോഡ്യൂൾ 7 അഗൈൻ ഫെബ്രുവരി 26 ടു മാർച്ച് 2, മാർച്ച് 3 സൺഡേ അതിന്റെ ടെസ്റ്റ്. Then module 8 from March 4 to March 10, March 9, March 10th അതിന്റെ ടെസ്റ്റ്. അപ്പൊ മെയിൻ ആയിട്ട് നല്ല വെയിറ്റേജ് ഉള്ള മോഡ്യൂൾസ് ഒക്കെ ഇതോടുകൂടി കഴിഞ്ഞു. 1, 2, 3, 4, 7 ഇത്രയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഒരുപാട് പഠിക്കാനുള്ളതും. മോഡ്യൂൾ 8 എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ് വരുന്നത്. അതിന് വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും അതിൽ പഠിക്കാൻ കുറച്ചുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിന് ഒരു വീക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി മോഡ്യൂൾ 5ഉം 6ഉം കമ്പാരിറ്റീവ്ലി ചെറിയ മോഡ്യൂൾസ് ആണ്, അതേപോലെ തന്നെ ഇതിന് മാർക്കും കുറവാണ്. 5 മാർക്ക് വെച്ചിട്ടാണ് 2 മോഡ്യൂൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് 5ഉം 6ഉം ആ ഒരു വീക്കില് മാർച്ച് 11 ടു 17 വരുന്നതിൽ അപ്പൊ ഒരു 3 days മോഡ്യൂൾ 5ഉം 3 days മോഡ്യൂൾ 6ഉം പഠിക്കാം. ദെൻ മോഡ്യൂൾ 9 and 10 again 3 days ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർച്ച് 18 ടു 24 മോഡ്യൂൾ 9ഉം 10ഉം. അപ്പൊ മാർച്ച് 17th 2 മോഡ്യൂൾ ടെസ്റ്റ് ഉണ്ടാവും, മോഡ്യൂൾ 5ന്റെയും 6ന്റെയും. മാർച്ച് 24th 9ഉം 10ഉം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൺഡേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൺഡേസ് റിവിഷൻ ചെയ്യാം,
ഏതെങ്കിലും ദിവസത്തെ പഠിക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർച്ച് 24th ആവുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് കിട്ടും. ഓക്കെ, ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ എഗെയിൻ നമ്മൾ റിവിഷൻ ചെയ്യണം. എഗെയിൻ നമ്മൾ മോഡ്യൂൾ 1 മുതൽ മോഡ്യൂൾ 10 വരെ ഓരോ ദിവസം ഓരോ മോഡ്യൂൾ വെച്ച് നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ മാർച്ച് 25 ടു ഏപ്രിൽ 3rd ആവുമ്പോഴത്തേക്കും എഗെയിൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ റിവിഷൻ ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പൊ നമ്മുടെ കോഴ്സിലുള്ളവർക്ക് ആ സമയത്ത് റിവിഷൻ തന്നെയായിരിക്കും, റിവിഷൻ വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മോഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള റിവിഷൻ വീഡിയോസ് ആ സമയത്ത് ഉണ്ടാവും. വീണ്ടും നമ്മൾ ഇനി ടെസ്റ്റിലേക്ക് പോവാണ്. രണ്ട് മോഡ്യൂൾസ് ചേർന്നിട്ടുള്ള ടെസ്റ്റ് ഏപ്രിൽ 4, 5, 6, 7, 8, 9, 8. ഓക്കെ, 5 ദിവസം രണ്ട് മോഡ്യൂൾസ് ചേർത്ത് അഗൈൻ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ദെൻ ഒരു ഫൈനൽ ടെസ്റ്റ്, അതായത് നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതാൻ പോകുന്നത് 100 മാർക്സിന്റെ അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ വരുന്ന പാറ്റേണിൽ കംപ്ലീറ്റ്, അതായത് നമ്മൾ കൃത്യമായി സിലബസിൽ പറഞ്ഞിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള 2 ടെസ്റ്റുകൾ, ഫൈനൽ ടെസ്റ്റുകൾ ഏപ്രിൽ 9നും ഏപ്രിൽ 10നും ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് 11th റിലാക്സ് ചെയ്യുക, 12th പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. സോ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ദ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. കാരണം പഠിക്കാനും റിവൈസ് ചെയ്യാനും ടെസ്റ്റുകൾ ചെയ്യാനും ഒക്കെ ഇതിനകത്ത് ടൈം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ദിവസം നമുക്ക് മിസ്സായാൽ പോലും അത് കവർ ചെയ്യാനുള്ള ഒരു ടൈമും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ പ്ലാനിൽ തന്നെയായിരിക്കും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ 29th സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് പോകുന്നത്. എക്സിസ്റ്റിംഗ് ബാച്ചുകാർ ഓൾറെഡി അവർ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുള്ളതാണ്. സെക്കൻഡ് ഫേസും നമ്മൾ ഈ പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ തീർക്കും. ഈ റിവിഷൻ ടൈം ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്കും ഇത് ഫോളോ ചെയ്യാം. കാരണം അവർക്കും നമ്മൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ റിവിഷനും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ബാച്ചുകാർ ഓൾറെഡി അവർ ഫസ്റ്റ് ഫേസ് പഠിച്ചതാണെന്നുള്ളതുകൊണ്ടാണ് അവർക്ക് വേറൊരു പ്ലാൻ. ഈ ഒരു പ്ലാന് നമ്മൾ നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ ക്രാഷ് കോഴ്സ് 29th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ആ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 29th മുതൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് പഠിച്ചു തുടങ്ങും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എനിവേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.